കവി, സാഹിത്യകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലൊക്കെ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനെ നമ്മൾ പലവട്ടം അഭിമുഖം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ തൃശ്ശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. സത്യത്തിൽ അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തീർച്ചയായും പൂർണ്ണമായും അപ്രതീക്ഷിതമെന്ന് പറയാം. ഞാനൊന്നാമത് ഇത്തരം ഒരു മാനസികാവസ്ഥയുള്ള ഒരാളല്ല. അധികാര രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ആളല്ല. ഞാനൊരു ഇടത് സഹയാത്രികനാണ്. പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏകകണ്ഠമായി അതിൻ്റെ എക്സിക്യൂട്ടീവിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും തൃശ്ശൂർ ഒരു സാംസ്കാരിക മുഖം വേണം, അത് ഞാനാവണമെന്ന് ഒറ്റ പേര് ഉയർന്നു വന്നു. നിഷേധിക്കരുതെന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം വിളിച്ചപ്പോൾ എനിക്ക് നിഷേധിക്കാൻ പറ്റാതെ രണ്ട് കാര്യം: ബിനോയ് വിശ്വമായിട്ടുള്ളൊരു ദീർഘകാല ബന്ധം, പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് എനിക്കൊരു ബന്ധമുണ്ടല്ലോ. അങ്ങനെ പാർട്ടി ഏകകണ്ഠമായിട്ടൊരു തീരുമാനമെടുത്ത് ഞാൻ നോ പറയാൻ സമ്മതിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ ഒരു നിർബന്ധത്തിന് വിധേയനാവേണ്ടി വന്നു. തീർച്ചയായിട്ടും ഒരു ചരിത്ര നിയോഗമായിട്ട് കണക്കാക്കുന്നു. ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എഴുത്തുകാർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, കവികളും പങ്കെടുത്തിട്ടുണ്ട്. ഒരു കവി മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ ജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. എനിക്ക് മുമ്പ് എൻ്റെ തന്നെ ഈ നാടോടി കാവ്യ പാരമ്പര്യങ്ങളൊക്കെ മുൻപിൽ നടന്ന് പിതാവിനെ പോലെ സഞ്ചരിച്ച കടമ്പനിട്ടയാണ്. ONV സാർ പാർലമെൻറ്റ് ഇലക്ഷൻ തോറ്റുപോവുക ചെയ്തത്. അപ്പോൾ അതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ഈ കാലത്തും, മാറിയ രാഷ്ട്രീയ കാലത്തും, ഒരു കവിക്ക് നിയമസഭയിൽ ഒരു സ്ഥലം ഉണ്ടാവാനുള്ളൊരു പരിശ്രമം അത് ഇടതുപക്ഷത്തിന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. വിശേഷിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഈ സീറ്റിന് വേണ്ടി ആളുകളൊക്കെ ബഹളം കൂട്ടുന്ന സമയത്ത് ഒരു കവിയെ അവിടെ നിർത്തിക്കളയാമെന്ന് തോന്നിക്കുന്നൊരു ധീരത അംഗീകരിക്കാതെ പോയാൽ അവിടെ ആ സ്ഥാനം നഷ്ടപ്പെടുക ചെയ്യാം. അപ്പോൾ ഞാൻ ആ കവി കുലത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായി കവിക്ക് മാത്രം സാധ്യമായൊരു മാനവികതയ്ക്ക് വേണ്ടി സഭയിൽ സംസാരിക്കാൻ നിയുക്തനായ ഒരാളെന്ന് കരുതി അത് ഏറ്റെടുക്കാൻ. തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ്, പക്ഷെ അതിനപ്പുറം ഇപ്പോൾ ക്ഷേത്ര നഗരത്തിൻ്റെ ഒരു തലത്തിൽ കൂടിയാണ് തൃശ്ശൂർ എപ്പോഴും അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ വിശ്വാസി സമൂഹത്തോടൊപ്പം നിൽക്കുന്ന ഒരാൾ, അങ്ങനെ വിശ്വാസി കൂടിയാണല്ലോ, അതും ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കരുതുന്നു. അങ്ങനെ കണക്കിലെടുത്തിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് തൃശ്ശൂർ വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. കാരണം വടക്കുന്നാഥൻ്റെ മണ്ണാണ്. വടക്കുന്നാഥൻ കാത്ത മണ്ണായിട്ടാണ് തൃശ്ശൂരിനെ അറിയുന്നത്. അവിടെ നാനാജാതി മതസ്ഥരായ ആളുകളുണ്ട്. ഒരുപക്ഷെ വടക്കുന്നാഥൻ്റെ ഏറ്റവും വലിയ ആരാധകർ അവിടുത്തെ ക്രിസ്ത്യാനി സമൂഹവും ഇസ്ലാം സമൂഹവുമാണ്. പൂരം അവരുടെയൊക്കെയാണ്. വടക്കുന്നാഥൻ്റെ പൂരം എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതുമാണ്. അപ്പോൾ വടക്കുന്നാഥൻ ഇന്ത്യ ചരിത്രത്തിലെ ഒരു അസാധാരണ ദൈവസാന്നിധ്യമാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരപ്പനാണ് വടക്കുന്നാഥൻ. ഒപ്പം തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളുടെ വലിയൊരു കേന്ദ്രമാണ്. ഞാൻ തൃശ്ശൂരിൻ്റെ ഒരു ആരാധകനാവുന്നത് തന്നെ ആ ക്ഷേത്ര നഗരിയുടെ ഒരു അന്തരീക്ഷത്തിലാണ്. പൂരം കാണാൻ പോയിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അങ്ങനെ ഒരു ബന്ധം എനിക്ക് തൃശ്ശൂരായിട്ടുണ്ട്. വിശേഷിച്ചും അതിലെ പല പ്രവർത്തകരും എനിക്കറിയുന്നവരാണ്. എൻ്റെ ഗുരുനാഥൻ P. ചിത്രം നമ്പൂതിരിപ്പാട് അവിടെയാണ് താമസിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെന്ന നിലയ്ക്ക് അവിടുത്തെ പല കാര്യങ്ങളും തിരുവമ്പാടിയൊക്കെ പലതവണ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്ര വിശ്വാസങ്ങൾക്കെതിരായ ഒരാളല്ല, അത് മാത്രമല്ല വിശ്വാസത്തിൻ്റെ സൗന്ദര്യം കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ ഫിലോസഫി. പിന്നെ ഞാൻ താമസിക്കുന്നത് ശൂരൻ ഗ്രാമത്തിൻ്റെ ഈ അറ്റത്തല്ലേ, ചുറ്റും അമ്പലങ്ങളാണ്. ഞാൻ വിശ്വാസം കൊണ്ട് നടക്കുന്ന ഒരാളാണ്, വളരെ സത്യസന്ധമായി വിശ്വാസം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ വിശ്വാസികളുടെ ഒരു പിൻബലം എനിക്കുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ത്യൻ സംസ്കൃതിയെക്കുറിച്ചും അതിൻ്റെ ഫിലോസഫിയെക്കുറിച്ചും ലോകത്തെവിടെയും ഇല്ലാത്ത ഭാരതീയ സംസ്കൃതിയുടെ ഒരു സ്നേഹസമാധാന മൂല്യങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരാളാണ്. ഒരുപക്ഷെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ഉന്നത മൂല്യമാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് തന്നത്. എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ശാന്തിയുടെ ഒരു അന്തരീക്ഷം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ക്ഷേത്ര നഗരത്തിലാണ് മത്സരിക്കേണ്ടി വന്നത് എന്നതും ഒരു സന്തോഷം. പിന്നെ അക്കാഡമികളൊക്കെ ഉള്ള സ്ഥലമാണ്, എല്ലാതരം സാഹിത്യ അക്കാദമികളുണ്ട്, കൾച്ചറൽ കേന്ദ്രമാണ്. ഞാനൊരു 4.5 പതിറ്റാണ്ടായിട്ട് തൃശ്ശൂർ പ്രസംഗിക്കാൻ പോകുന്ന ഒരാളാണ്. പക്ഷേ അത് ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടൊരു വിശ്വാസമുണ്ട്, തൃശ്ശൂർ നഗരം എന്നോട് സ്നേഹം കാണിക്കും. ഈ തൃശ്ശൂരിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ UDF വലിയ ആധിപത്യമുള്ളൊരു മണ്ണാണ്. മാത്രമല്ല ഇപ്പോൾ സമീപകാലത്ത് BJP അവകാശപ്പെടുന്നുണ്ട് അവർക്കും അവിടെ ഒരു മേധാവിത്വം ഉണ്ടെന്ന്. പക്ഷേ ഇടതുപക്ഷത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു മണ്ണ് കൂടിയാണ്. എന്താണ് തൃശ്ശൂരിലെ പ്രതീക്ഷ? തൃശ്ശൂരിൽ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ മാനവികതയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിന് അതിൻ്റെ രാഷ്ട്രീയമുണ്ട്, പ്രതിയോഗികൾ അവരുടെ രാഷ്ട്രീയം പ്രകാരം പ്രവർത്തിക്കും. അത് വേണമല്ലോ, അതിന് അംഗീകരിക്കണ്ടേ. BJPയുടെ രാഷ്ട്രീയത്തെയും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെയും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അവരവരുടെ ഐഡിയോളജിക്ക് സമൂഹത്തിൽ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പുരാതന കാലം മുതൽക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ലേബർ ബ്രദർഹുഡ് ഉണ്ടായ സ്ഥലമാണ് തൃശ്ശൂർ. കീരൻ്റെ നേതൃത്വത്തിൽ ലേബർ ബ്രദർഹുഡ്, അത് എല്ലാ ആളുകളും ഉണ്ടായിരുന്നൊരു പ്രസ്ഥാനമാണ്. പിന്നീടാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുന്നത്. C. അച്യുതമേനോൻ മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്, ഒളിവിലിരുന്ന് മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്, അച്യുതമേനോൻ്റെ സ്ഥലമാണ്. CPIക്കും CPMനും ഒരുപോലെ
സ്വാധീനമുള്ള സ്ഥലമാണ്. ധാരാളം CPI CPM കമ്മ്യൂണിസ്റ്റ് കേഡറുകൾ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. KK വാര്യരെ പോലെ, KP രാജേന്ദ്രനെ പോലെ അവിഭക്ത പാർട്ടിയുടെ കാലത്ത് പാർട്ടിയെ നയിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഒപ്പം അന്തിക്കാട് സമരം പോലുള്ള വലിയ സമരങ്ങൾ നടന്ന മണ്ണാണ്. കേരളത്തിൻ്റെ മാറ്റങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു അക്കാലത്ത് തൃശ്ശൂർ. പിന്നെ ഈ പറഞ്ഞ പോലെ CPM നും CPI ക്കും അവിടെ അടിത്തട്ടിൽ വേരോട്ടമുണ്ട്. അപ്പം ആ നിലയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു സാംസ്കാരിക രാഷ്ട്രീയം തൃശ്ശൂരിൻ്റെ മണ്ണിലുണ്ട്. അതിപ്പോഴും ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. പല ഫ്ലക്ച്വേഷൻസ് വരും. ഈ പറഞ്ഞതുപോലെ മാറിയ കാലത്തിൻ്റെ രാഷ്ട്രീയം സ്വാഭാവികമായിട്ട് എല്ലായിടത്തും വരുമല്ലോ. അപ്പം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ജനാധിപത്യ രാജ്യമല്ലേ, അവരുടെ രാഷ്ട്രീയം പറയാനും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അപ്പോഴും കഴിഞ്ഞ 10 വർഷത്തെ ഈ ഭരണം എന്തൊക്കെ നമ്മൾ നെഗറ്റീവ്സ് പറഞ്ഞ് വിമർശിക്കാൻ ശ്രമിച്ചാലും അടിത്തട്ടിലെ മനുഷ്യർക്ക് ഒരുപാട് ഗുണമുണ്ടാക്കി. പതിനായിരങ്ങളല്ല, എത്രയോ ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുത്തു, പാവപ്പെട്ടവരുടെ പെൻഷൻ നിലനിർത്തി, പട്ടിണിയില്ലാത്തൊരു രാജ്യത്തെ പോറ്റി, കോവിഡും പ്രളയവും പോലുള്ള വലിയ മഹാപ്രതിസന്ധികളിൽ ഉണർന്നിരുന്നൊരു സർക്കാരുണ്ടായി. മുണ്ടക്കൈ ദുരന്തം പോലുള്ളൊരു ദുരന്തം കഴിഞ്ഞിട്ട് അതിൻ്റെ പൂർണ്ണമായ ഒരു പുനരധിവാസം ലോകത്ത് ഒരാൾക്കും സാധിക്കാത്ത വിധത്തിൽ സാധിച്ചു. പിന്നെ പാവപ്പെട്ട മനുഷ്യർക്ക് പറയത്തക്ക പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. വർഗീയമായ ചേരിതിരിവുകളില്ലാതെ എല്ലാ രാഷ്ട്രീയ മതപ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിർത്താൻ സാധിച്ചു. അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൂടി വിജയമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്, ഒരു കക്ഷി രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ 10 വർഷത്തെ ഭരണത്തിൻ്റെ പലരും നെഗറ്റീവ്സ് പറയുന്നുണ്ടാവും, ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ കൂടുതൽ അടിത്തട്ടിലെ മനുഷ്യർക്ക് ഗുണമാണ് ഉണ്ടായത്. ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് അതിദാരിദ്ര്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിദാരിദ്ര്യമില്ല, വലിയ തോതിലുള്ള സംഘർഷങ്ങളില്ല, സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അവരുടെ രാഷ്ട്രീയം കൊണ്ടുവരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പരസ്പര ബഹുമാനത്തോടു കൂടി അത് കൊണ്ടു നടത്തുന്നുണ്ട്, സഹിഷ്ണുത പുലരുന്നുണ്ട്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്ര സഹിഷ്ണുതയോടുകൂടി പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പേരിൽ കലാപങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. എക്സ്ട്രീമായ രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഏറ്റുമുട്ടുമ്പോഴും ഒരിക്കലും സംഘർഷമുണ്ടാവാതെയാണ് കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധത ഭരണത്തിനടയാളാണ്. അതുപോലെ ഇടതുപക്ഷം ഉണ്ടാക്കിയെടുത്തൊരു സാംസ്കാരിക സ്ഥലമാണ്. ഇടതുപക്ഷം ഒരിക്കലും വിശ്വാസങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടൊന്നുമില്ല. വിശ്വാസങ്ങൾക്ക് അതിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന പലരും വിശ്വാസികളായിക്കൊള്ളണമെന്നില്ല. പക്ഷേ വിശ്വാസികൾക്ക് ഒരുപാട് സ്ഥലമുണ്ട്. ഞാൻ കുട്ടിക്കാലം മുതൽക്കൊരു വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസത്തെ ഒരു കാലത്തും എൻ്റെ ഇടതുപക്ഷ വിശ്വാസം തടസ്സപ്പെടുത്തിയിട്ടില്ല. അപ്പം ആ നിലയ്ക്കുള്ള ഒരു ജനാധിപത്യ സ്ഥലം, മതനിരപേക്ഷ സ്ഥലം, മതങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ തന്നെ മതേതരമായി മനുഷ്യർക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥലം. ഇതിനിടയിൽ ചോദിച്ചോട്ടെ, മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പോയിട്ടുണ്ടോ പ്രാസംഗികനായിട്ട്? ഞാൻ ഇതേ സ്ഥലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാലചന്ദ്രനെ ജയിപ്പിക്കാൻ പല സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഇതേ സ്ഥലത്ത് ഈ നിയോജക മണ്ഡലത്തിൽ ബാലചന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടി കുറേ സ്ഥലത്ത് പ്രസംഗിച്ചു. അപ്പുറത്ത് പ്രസാദിന് വേണ്ടി, ഇവിടെ തന്നെ നന്ദേട്ടന് വേണ്ടി, ഒരുപാട് നിയാസ് പുളിക്കൽ. അന്നൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇത് പ്രതീക്ഷിക്കാതെ ഉണ്ടായതൊന്നാണ്. അതിൻ്റെ സ്പോർട്സ്മാൻഷിപ്പ് സ്വീകരിക്കുന്നു. ഇപ്പോൾ അങ്ങേക്ക് സാഹിത്യകാരൻ എന്ന നിലയിൽ രാഷ്ട്രീയ ഭേദമന്യ ഒരു സ്വീകാര്യതയുണ്ട്. ഈ ഒരു സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പോടെ ഒരു പ്രത്യേക പാർട്ടിയുടെ അംഗം എന്ന നിലയിൽ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ആളെന്ന നിലയിൽ മാറുമെന്ന് കരുതുന്നുണ്ടോ? ഈ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്വീകാര്യതയാണോ തൃശ്ശൂരിൽ വിജയിക്കാൻ കഴിയുന്നൊരു ആത്മവിശ്വാസമായിട്ട് മാറുന്നത്? തീർച്ചയായിട്ടും അത്. എന്നെ ഇതര രാഷ്ട്രീയ പാർട്ടികളിലെ പലരും വിളിച്ചു, മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും ഒക്കെ ആളുകൾ. താങ്കളുടെ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, പക്ഷേ താങ്കളോടൊപ്പം ഞങ്ങളുണ്ട്, എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഞാനെടുക്കുന്ന രാഷ്ട്രീയ നിലപാട് ഇതര രാഷ്ട്രീയ നിലപാടുകാർക്ക് ശത്രുത ഉണ്ടാക്കുന്നതല്ല. ശത്രുതാബോധം എനിക്ക് പൊതുവിലില്ല. ഞാൻ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും അംഗീകരിക്കുന്ന ഒരാളാണ്. അതൊക്കെ ഏറ്റുമുട്ടി ജനങ്ങളാണ് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത്. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഈ എല്ലാ രാഷ്ട്രീയ അഭിപ്രായങ്ങളും വെക്കുന്നു, നമ്മൾ അവരെ വിധികർത്താക്കളായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ എൻ്റെ വിചാരം, ഞാനിങ്ങനൊരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. അന്നും എന്നോട് ഇതര രാഷ്ട്രീയക്കാർക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരോടും ഒരു മനുഷ്യനോടും ഉള്ളിൽ പോലും അകൽച്ചയോ വിരോധമോ ശത്രുതയോ വിചാരിച്ച ഒരാളല്ല. എനിക്കൊരു പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിൽ ഞാൻ സ്വയം വിലയിരുത്തിയിട്ടുള്ളത്, ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് സ്നേഹം എന്ന പ്രത്യയശാസ്ത്രമാണ്. ഹിംസയോ വെറുപ്പോ അല്ല. മനുഷ്യ ഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ ഒരു പാലം കെട്ടാൻ, അത് കവിത കൊണ്ടും പ്രഭാഷണം കൊണ്ടും എഴുത്തുകൊണ്ടും ചെയ്തതുപോലെ ഇപ്പോൾ വന്നു കിട്ടിയ ഒരു രാഷ്ട്രീയ അവസരം കൂടി ഉപയോഗിച്ചുകൊണ്ട് കാലുഷ്യങ്ങളില്ലാത്ത സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും കൂടി വിവിധ അഭിപ്രായങ്ങൾക്ക് സമന്വയിച്ചു പോകാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ എന്നാലാവുന്നത് ചെയ്യും.
ഞാനിപ്പോഴും എൻ്റെ അഭിപ്രായങ്ങളോ എൻ്റെ നിലപാടോ മാറ്റിയിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശത്രുവല്ല. ഇതര രാഷ്ട്രീയ പ്രവർത്തകരോട് ഒരിക്കലും ഒരു അസഹിഷ്ണുതാ മനോഭാവം കാണിക്കില്ല. എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസിനെയോ BJPയെയോ ഒന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആക്രമിച്ചുകൊണ്ടോ ദുഷിച്ചുകൊണ്ടോ ഉള്ള പ്രചാരണം ഉണ്ടാവില്ല. ഞാൻ അവരുടെ മുമ്പിൽ വയ്ക്കും, ഞാൻ പ്രതിദാനം ചെയ്യുന്നത് പാവപ്പെട്ടവരുടെ രാഷ്ട്രീയം, പാവപ്പെട്ടവരുടെ ഉന്നമനം, മതനിരപേക്ഷ ജീവിതം, സമാധാനപൂർണ്ണമായ സാമൂഹ്യ സഹവർത്തിത്വം എന്നിവ നവോത്ഥാന കാലം തൊട്ട് കേരളത്തിൽ നിലനിർത്തിയ ഒരു പുരോഗമന സാംസ്കാരിക രാഷ്ട്രീയമാണ്, കക്ഷി രാഷ്ട്രീയമല്ല. ആ സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് കേരളത്തിലൊരു സ്പേസ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ സ്പേസിൽ വിജയിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. തൻ്റെ സാഹിത്യകാരൻ എന്ന നിലയിൽ തനിക്ക് കിട്ടിയ ആ ഒരു പിന്തുണ അത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പോരിനിറങ്ങുമ്പോഴും ജനങ്ങളിൽ നിന്ന് ലഭിക്കും എന്നൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.